Abisha and welcome to my channel. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ ഡ്രസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പാർട്ടി വെയർ ഹാഫ് സാരി ആണ്. പാർട്ടി വെയർ ആണെങ്കിൽ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹാഫ് സാരി എന്ന് പറയുന്നത്. ഹാഫ് സാരിയിലെ ഒരു വെറൈറ്റി ഹാഫ് സാരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് മെയിൻ ആയിട്ട് എൻഗേജ്മെന്റിന്, വെഡിങ് റിസപ്ഷന്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ ഫംഗ്ഷൻ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ റിച്ച് ലുക്കുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ ഒരുപാട് ഹാഫ് സാരീസ് കാണുന്നുണ്ടാവും ഡെയിലി. പല പല പ്രൈസ് കാറ്റഗറീസിലും പല പല ക്വാളിറ്റീസിലും പല ലുക്കിലുള്ള ഹാഫ് സാരി ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഈ വീഡിയോസിൽ കണ്ടുന്ന ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം, പ്രൈസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. അപ്പം അതിൽ നിങ്ങൾക്ക് വേണ്ട എൻക്വയറീസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. നമ്പർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതൊക്കെ ഒന്ന് ചെന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഹാഫ് സാരി ഡിസൈൻസ് ഒന്ന് കാണാം. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹാഫ് സാരി പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊരു എൻഗേജ്മെന്റ് വെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൂടാതെ നമുക്കല്ലാതെ വെഡിങ് റിസപ്ഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി അങ്ങനെയല്ല, നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെങ്കിലും ഫങ്ഷനൊക്കെ, മീൻസ് നമ്മുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഒക്കെ അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹെവി അല്ല, പക്ഷെ ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു ഹാഫ് സാരി സെറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു എന്താ പറയുക, ഒരു പീച്ചും പിങ്കും ചേർന്നൊരു കളറാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഗോൾഡൻ ടിഷ്യൂ വെച്ചിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടയും പിന്നെ സ്കേർട്ട് പോർഷനും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഹാഫ് സാരി എന്നുള്ളത്. കണ്ടോ, ഇത് ഫുള്ളായിട്ടും നമ്മൾ സാധാരണ ഹാഫ് സാരി വരുന്ന സമയത്ത് ബ്ലൗസിലാണ് വർക്ക് ഉണ്ടാകുക. അധികവും ബോഡി ഏരിയ, സ്കേർട്ട്, അതുപോലെ തന്നെ ദുപ്പട്ടയൊക്കെ അധികവും പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ ഫുള്ളി ഒരു കവറേജ് വരുന്നുണ്ട്, എല്ലാ ഏരിയയിലും കവറേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈഡിനൊക്കെ ആപ്റ്റായിട്ടുള്ള ഡിസൈൻ കൂടിയാണ് കേട്ടോ ഇത്. ബ്രൈഡൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ഇതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിൽ, എക്സ്പെഷ്യലി ഡാർക്ക് ഗ്രീൻ, റോയൽ ബ്ലൂലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് അതും ചൂസ് ചെയ്യാം. നമുക്ക് ഏത് കളറിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. ആദ്യം ദുപ്പട്ട നോക്കാം. ദുപ്പട്ട ഞാൻ പറഞ്ഞു ടിഷ്യൂലാണ് വരുന്നത്. ദുപ്പട്ടയുടെ വൺ സൈഡ് അടിയിലായിട്ട് ഇങ്ങനെ കസവിൻ്റെ ബോർഡർ കാണാം. ഓക്കെ, പിന്നെ ഈ സൈഡിൽ കസവിൻ്റെതല്ല, ഈ ഫുൾ ദുപ്പട്ടയിൽ ഒരു ലേസാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ബ്യൂട്ടിഫുൾ പീകോക്ക് ഡിസൈനുള്ളൊരു ലേസാണ്. നല്ല ഗോൾഡൻ കളറുള്ള ലേസാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കണ്ണിലടിക്കുന്ന ഗോൾഡൻ കളറൊന്നുമല്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ഒരു ആൻറ്റി ഗോൾഡൻ കളർ, ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓവറാക്കലൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഡിസൈൻ കൂടിയാണ്. വളരെ സ്റ്റാൻഡേർഡുള്ള മൈൽഡായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ലേസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലേസ് പ്ലെയിൻ ലേസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഈ സ്റ്റോൺ വർക്കൊക്കെ നമ്മൾ ചെയ്തതാണ്. എൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ അതിൻ്റെ ഒരു ചിറകിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഏരിയാസിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ദുപ്പട്ടയുടെ ബോർഡർ ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ ഒരു കസവിൻ്റെ കറ കൂടെ ഇതിന് വരുന്നുണ്ട്. അതും പോരാഞ്ഞ് ഒരു പൈപ്പിംഗ് പോലെ നമ്മൾ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ദുപ്പട്ടയുടെ ബോഡി പോർഷനിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളർ സ്റ്റോൺസ് ആണ്. ഇതൊരു സ്പെഷ്യൽ സ്റ്റോൺസ് ആണ്. ഇത് എന്താ പറയുക, ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഇതിൻ്റെ ഷൈനിങ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതിട്ട് വേറെ ഇതിങ്ങനെ ആനങ്ങുന്ന സമയത്തൊക്കെ അതിങ്ങനെ ഗ്ലേസ് ചെയ്യും. എക്സ്പെഷ്യലി ലൈറ്റൊക്കെ ഉള്ള സമയത്ത് അടിപൊളിയായിരിക്കും. ഇനി സ്കേർട്ട് നോക്കാം നമുക്ക്. സ്കേർട്ട് അംബ്രല സ്കേർട്ടാണ് വരുന്നത്, സിംഗിൾ ഫ്ലെയർ ആണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേപോലെ ദുപ്പട്ടയിൽ ചെയ്ത പോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്, ലേസും കൊടുത്തിട്ടുണ്ട്, അതിലും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബോഡിയിൽ ഇങ്ങനെ പാച്ചസ് കാണാം.
ഇത് ഒരു മാംഗോ ഷേപ്പായിട്ടുള്ള ട്രഡീഷണൽ പാച്ചസ് ആണ്. ഈ പാച്ച് നമ്മളൊരു ഗോൾഡൻ കളർ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതിൽ ആ മയിലിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അല്ലാതെയും കുറച്ച് സ്റ്റോൺ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഫുൾ ബോഡിയിൽ ഈ ഒരു സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നുണ്ട്. സ്റ്റോൺസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കേർട്ടും കംപ്ലീറ്റ്ലി വർക്കുള്ള സ്കേർട്ടാണെന്ന് പറയാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഒരു റിച്ച്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ സ്കേർട്ട് കാണുന്ന സമയത്ത്. ഇനി നമുക്ക് ബ്ലൗസും കൂടെ നോക്കാം. ബ്ലൗസ് വരുന്നത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഞാൻ പറഞ്ഞൊരു പിങ്കും പീച്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതിൽ വരുന്നത്. ഇതിൽ നെക്കിലാണ് വർക്ക് വരുന്നത്. നെക്കിൽ ഹാൻഡ് വർക്കാണ് വരുന്നത്. ആൻറ്റിക് ബീഡ്സ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2 ലെയർ മീഡിയം സൈസ്ഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബുട്ടാസ് പോലെ ചെറിയൊരു ബീഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ മൊത്തത്തിൽ ആ ഒരു ബുട്ടാസ് വരുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ സ്ലീവിനും ബോർഡർ വെച്ചിട്ടുണ്ട്, അതേ ലേസ് വെച്ചിട്ട്. അതിൻ്റെ മുകളിലും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് നെക്കിലും സെയിം ഈ വർക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല റിച്ച് ലുക്കാണിത്. എൻഗേജ്മെൻറ്റിന്, വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ ആപ്റ്റാണ്. കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അതിനൊക്കെ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അതിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഡിസൈൻസ് കാണാൻ വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.